ഇരുൾക്കാട് വെട്ടിത്തെളിച്ച് വെൺപ്രഭാപൂരപൂരണ പെരുമയാലൻ ഹബീബ് നന്മപ്പെരുക്കത്തിൽ കൊത്തിപ്പണിതെടുത്തുത്തമ താരകോത്തുംഗ ചിത്രം നാഥന്റെ വേദപ്പൊരുൾ പാരിലോതിക്കൊടുത്തതിലാബാലവൃദ്ധർ കൂടി നീറും സമസ്യകൾ പോയി പറുദീസ തൻ അബ്വാബ് നബിനാസിനായി തുറന്നു. അലിഫ് ലാം മീം അലിഫ് ലാം മീം അലിഫ് ലാം മീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എജുതെൻസിന്റെ മെഗാ കിസ്ബിനാലയിലെ ആദ്യ ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആകെ 5 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ 45 സെക്കൻഡുകൾ വീതം. അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരത്തിന് വ്യത്യസ്തമായ വാക്കുകളാണ്. ഓരോ മാർക്കുകളും ഓരോ ചോദ്യത്തിന്റെയും ആരംഭത്തിൽ വിശദീകരിക്കുകയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ മുഴുവൻ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഓപ്ഷൻ പറയുന്ന സമയത്ത് വെബ്സൈറ്റിൽ കാണുന്ന ഓപ്ഷന് ശരിയായ ഉത്തരം ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. 5 ചോദ്യങ്ങളും വിജയകരമായി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു സ്ക്രാച്ച് കാർഡാണ്. ഈ സ്ക്രാച്ച് കാർഡിലൂടെ ഭാഗ്യശാലികൾക്ക് ഇന്നത്തെ സമ്മാനവും ലഭിക്കും. അതിനെല്ലാം പുറമെ 15 ദിവസത്തെ ആകെ മാർക്കുകൾ നോക്കിയിട്ട് വിജയികളെ നമ്മൾ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുകയും ചെയ്യും. എജുതെൻസിൽ മെഗാ കിസ്ബിനാലയിലെ ആദ്യ ദിനത്തിലെ ഒന്നാമത്തെ ചോദ്യം. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഏത് സന്താനത്തിന്റെ പരമ്പരയിലാണ് കടന്നു വന്നിട്ടുള്ളത്? ലോകത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ നിരവധി പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് 2 സന്താനങ്ങൾ ജനിക്കുന്നത്. ആദ്യത്തെ സന്താനം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വാർദ്ധക്യ സമയമായ സമയത്ത് നിരവധി പ്രാർത്ഥനകളുടെ ഫലമായിക്കൊണ്ട് അവസാനം സാറാ ബീവി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആദ്യത്തെ ബീവി സാറാ ബീവി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് മറ്റൊരു വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഹാജറ ബീവിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അതിലൊരു സന്താനം ഉണ്ടാവുന്നുണ്ട്. തൊട്ടടുത്ത് കുറഞ്ഞ കാലത്തിനുള്ളിൽ സാറാ ബീവിയിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മറ്റൊരു മകനും കൂടി ജനിക്കുന്നുണ്ട്. നമ്മുടെ ചോദ്യം, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏത് സന്താനത്തിന്റെ പരമ്പരയിലാണ് ജനിച്ചിട്ടുള്ളത്, ഭൂജാതനായിട്ടുള്ളത്? ഒന്നാമത്തെ ഓപ്ഷൻ എ യാക്കൂബ് അലൈഹിസ്സലാം, ഓപ്ഷൻ ബി ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഓപ്ഷൻ സി ഇസ്മായിൽ അലൈഹിസ്സലാം, ഓപ്ഷൻ ഡി ദാവൂദ് അലൈഹിസ്സലാം. 45 സെക്കൻഡ് സമയമാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുകയാണ്. 45 സെക്കൻഡ് സമയമുണ്ട്. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയിരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന മാർക്ക് 1 മാർക്കാണ്. ഓപ്ഷൻ സ്ക്രീനിൽ ഇപ്പോൾ കാണാവുന്നതാണ്. ഓപ്ഷൻ എ യാക്കൂബ് നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഓപ്ഷൻ സി ഇസ്മായിൽ അലൈഹിസ്സലാം, ഓപ്ഷൻ ഡി ദാവൂദ് അലൈഹിസ്സലാം. 45 സെക്കൻഡ് സമയം മാത്രമാണ് നമുക്കുള്ളത്. ഏകദേശം 19 സെക്കൻഡ് ആയി കഴിഞ്ഞു. സമയം അവസാനിക്കാൻ പോവുകയാണ്. ഏതാണ് ശരിയായ ഉത്തരം എന്ന് നോക്കിയിട്ട് അതിന് കൃത്യമായി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉത്തരം അവിടെ രേഖപ്പെടുത്തുന്നതാണ്. ശരിയായ ഉത്തരത്തിലോട്ട് നമ്മൾ പോവുകയാണ്. 4 സെക്കൻഡ്, 3 സെക്കൻഡ്, 2, 1. സമയം അവസാനിച്ചിരിക്കുകയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ്. ശരിയായ ഉത്തരം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ 2 സന്താനങ്ങളിലെ ഹാജറ ബീവിയിൽ ജനിച്ച ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ് ശരിയായ ഉത്തരം. ഇനി നമ്മൾ 2ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. 1ാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയ ആഹ്ലാദത്തിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക. ഇനി നമ്മൾ പോകുന്നത് 2ാമത്തെ ചോദ്യത്തിലോട്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലം കഴിഞ്ഞ് മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും പിന്നീട് ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിലാണ് ബാക്കിയുള്ള നമ്മുടെ നബി, അതായത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാം സത്യത്തിൽ വന്നിട്ടുള്ളത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിലാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കും ജൂതന്മാരൊക്കെ അവരുടെ അതായത് ജൂതന്മാർ അന്നും വിശ്വസിച്ചിരുന്നത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു തൗറാത്തിലും ഒക്കെ വിശ്വസിച്ച് ഇങ്ങനെ പോരുന്ന സമയമാണ്.
അതേപോലെ തന്നെ ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു സമുദായവും ഇനി നമ്മുടെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ തന്നെയാണ് ഇനി ഒരു പ്രവാചകൻ വരിക എന്ന് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു വഴിത്തിരിവുണ്ടാവുന്നത്. ആ ഒട്ടും പ്രതീക്ഷിക്കാതെ ഖുറൈശി ഗോത്രത്തിലൂടെ, അതായത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ജനിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് പിന്നീട് ലോകത്തുണ്ടാകുന്ന ഒരുപാട് യുദ്ധങ്ങൾക്കും ഒരുപാട് ചേരിതിരിവിനൊക്കെ ഈ ഒരു കുടിപ്പകൾ അല്ലെങ്കിൽ ഈ അസൂയ കാരണമാകുന്നുണ്ട്. ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന ഈ അസ്വസ്ഥതകളുടെ പിന്നിലൊക്കെ പ്രവാചകനെ അംഗീകരിക്കാൻ ഇത് അന്ത്യപ്രവാചകനാണെന്നും ഈ പ്രവാചകനാണ് തൗറാത്തിലും അതേപോലെ തന്നെ ഇഞ്ചീലിലും വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രവാചകൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അന്നത്തെ ജൂത പണ്ഡിതന്മാർക്കും ക്രിസ്തീയ പണ്ഡിതന്മാർക്കും കൃത്യമായിട്ട് അറിയുന്നതാണ്. പക്ഷെ പലരും അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാതിരുന്നത് ഒരൊറ്റ അസൂയയുടെ കാരണത്താലാണ്. കാരണം നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ നിലനിന്നിരുന്ന തറവാടുകൾ തമ്മിലുള്ള പോരാട്ടം എന്ന രൂപത്തിലുള്ള ഒരു അസൂയയുടെ കാരണത്തിൽ മാത്രമാണ് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവർ അംഗീകരിക്കാനും മടിച്ചിരുന്നത്. പക്ഷെ അവർക്കൊക്കെ യാഥാർത്ഥ്യം അറിയാമായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരുപാട് കാലത്തേക്ക് പ്രവാചകന്മാർ വരാത്തൊരു കാലഘട്ടമാണ്. ആ സമയത്ത് ലോകത്ത് നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം പലരും ഏകദൈവ വിശ്വാസികളായിരുന്ന പലരും ബഹുദൈവ ആരാധനയിലോട്ട് പോവുകയും കഅബയിലേക്ക് നിരവധി വിഗ്രഹങ്ങൾ കൊണ്ടുവെക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു സാഹചര്യമാണ് പിന്നീട് ലോകത്ത് സംഭവിക്കുന്നത്. ഈ സമയത്താണ് ജുർഹും ഗോത്രം എന്ന് പറയും, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ മാതാവിന്റെ സന്താന പരമ്പരയിൽ ഭാര്യയുടെ ഒരു കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്നുള്ള കാരണത്താല് കഅബയിൽ അന്ന് സംസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മക്കക്കാരല്ലാത്തിട്ട് പോലും ജുറൂം ഗോത്രക്കാരെ അന്ന് അറബികൾ ഏൽപ്പിക്കുകയാണ് അവർക്ക് ഈ ഒരു ദൗത്യം. പിന്നീട് ഈ ഒരു ഈ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഇവർ ഒരുപാട് വേണ്ടാത്ത കർമ്മങ്ങളൊക്കെ ചെയ്ത കാരണത്താൽ അവസാനം മക്കയിലെ അറബികള് ഇവരെ തുരത്തി ഓടിക്കുന്നുണ്ട്. ഈ തുരത്തി ഓടിക്കുന്ന സമയത്ത് അവര് ഒരു വലിയൊരു പാതകം ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. കാരണം സംസത്തിന്റെ സംരക്ഷകർ ഞങ്ങളാണ്, ഇനി ആർക്കും ഇത് കിട്ടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരിത് കുടിച്ചു മൂടുന്നുണ്ട്. പിന്നീട് ഒരുപാട് കാലഘട്ടത്തിൽ ആർക്കും അറിയാതെ അവർ അവരുടേതായ രീതിയിലുള്ള ഒരു അടയാളങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പിന്നീട് ഇവർ അവിടുന്ന് നാട് വിടുകയാണ്. അങ്ങനെ ഒരുപാട് കാലത്തിലോട്ട് സംസം വിസ്മൃതിയിലോട്ട് പോവുകയാണ്. ആർക്കും അറിയില്ല സംസം എവിടെയാണ്, ആ ഒരു ജലം, ആ പുണ്യജലം എവിടെയാണ്, അതിന്റെ കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് ആർക്കും അറിയാത്തൊരു കാലഘട്ടം ഉണ്ട്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അബ്ദുൽ മുത്തലിബ് ഖുറൈശികളുടെ നേതാവായിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് ഇസ്മായിലിന്റെ അവിടെ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഒരു 4 ദിവസത്തെ തുടർച്ചയായിട്ട് സ്വപ്നമാണ്. ആദ്യത്തെ ദിവസം നിങ്ങൾ നിധിയെ കുഴിച്ചെടുക്കാനും, രണ്ടാമത്തെ ദിവസം വെളിച്ചത്തെ കുഴിച്ചെടുക്കാൻ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി 4 ദിവസങ്ങൾ തുടർച്ചയായിട്ടൊരു സ്വപ്നം കാണുന്നുണ്ട്. ഈ സ്വപ്നം കാണുന്നതിൽ അവസാനത്തെ ദിവസമാണ് ഇത് എന്താണ് എന്നുള്ളത്, സംസത്തെ കുഴിച്ചെടുക്കുക, അങ്ങനെ എന്താണ് സംസം എന്ന് അന്വേഷിക്കുകയും അങ്ങനെ ആ സ്വപ്നത്തിൽ തന്നെ ഒരു നിശ്ചിത അടയാളങ്ങൾ പറഞ്ഞെടുക്കുന്നത്, എവിടെയാണ് ഈ നിധി അല്ലെങ്കിൽ സംസം എവിടെയാണ് ഉള്ളത് എന്ന് പറയുന്ന ഒരു സ്പോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സ്പോട്ടിനുള്ള അടയാളങ്ങൾ മാത്രമാണ് ആ സ്വപ്നത്തിലൂടെ അബ്ദുൽ മുത്തലിബിന് കിട്ടുന്നത്. അതായത് കുറച്ച് രക്തവും അതേപോലെ തന്നെ കുറച്ച് ചാണകവും ഒരു ഉറുമ്പിന്റെ കൂടും പ്രാവിന്റെ കാഷ്ടമൊക്കെ ഉള്ള ഒരു സ്ഥലത്തായിരിക്കും ഈ ഒരു സംസം ഉണ്ടാവുക. അത് അവിടെ പോയിട്ട് കുഴിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബിന് സ്വപ്നത്തിലൂടെ പറയുകയാണ്. അങ്ങനെ ഈ സ്വപ്നം കണ്ട് കഴിഞ്ഞ് ഉണരുമ്പോ അബ്ദുൽ മുത്തലിബിന് വല്ലാത്തൊരു ആഹ്ലാദമൊക്കെ ഉണ്ട്. അങ്ങനെ തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് ഈ പറഞ്ഞ സ്ഥലത്തിലോട്ട് കഅബ തവാഫ് ചെയ്തുകൊണ്ട് തനിക്ക് സ്വപ്നത്തിൽ ദർശിച്ച അടയാളങ്ങൾ തേടി പോവുകയും അങ്ങനെ അടയാളങ്ങളെല്ലാം കണ്ടെത്തിക്കൊണ്ട് അവിടെ കുഴിക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ഖുറൈശികളും അതേപോലെ തന്നെ മക്കയിലുള്ള മറ്റു ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരു മകൻ കൂടെയുണ്ട്, മൺവെട്ടിയൊക്കെ. അങ്ങനെ ഒരുപാട് നേരം കുഴിച്ചിട്ട് അവസാനം ഇത് കണ്ടെത്തുകയാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അബ്ദുൽ മുത്തലിബ് സംസം കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്റെ കൂടെ കൂട്ടിയിട്ടുള്ളത് ഏത് മകനെയായിരുന്നു? ചോദ്യം ഇതാണ്. സ്വപ്നത്തിലൂടെ സംസം കുഴിക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബിന് നിർദ്ദേശം കിട്ടുകയും അങ്ങനെ ആ സ്വപ്നത്തെയും പിന്തുടർന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അവസാനം സംസം കുഴിച്ചെടുക്കുന്നുണ്ട്. സംസം വിസ്മൃതിയിലാണ്ട സംസം കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബിന്റെ സഹായിയായി കൂടെയുണ്ടായിരുന്നത് അബ്ദുൽ മുത്തലിബിന്റെ ഏത് മകനാണ് എന്നാണ്. ഓപ്ഷൻ എ അബ്ദുള്ള, ഓപ്ഷൻ ബി അബൂ തോലിബ്, ഓപ്ഷൻ സി സുബൈർ,
ഓപ്ഷൻ ഡി ഹാരിസ്. നിങ്ങളുടെ 45 സെക്കൻഡ് സമയങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എ അബ്ദുള്ള, ഓപ്ഷൻ ബി അബൂ ത്വാലിബ്, ഓപ്ഷൻ സി സുബൈർ, ഓപ്ഷൻ ഡി ഹാരിസ്. ഈ 4 മക്കളിൽ ആരാണ് അബ്ദുൽ മുത്തലിബിന്റെ കൂടെ സംസം കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഏകദേശം 25 സെക്കൻഡ് സമയം പിന്നിട്ടിരിക്കുകയാണ്. വേഗത്തിൽ നോക്കുക. ഈ ചോദ്യത്തിനുള്ള നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് 4 മാർക്കാണ്. 4 മാർക്കിനുള്ള ചോദ്യമാണ്. ഇതിന് ശരിയായ ഉത്തരം നൽകിയവർക്ക് 4 മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി ഏകദേശം 9 സെക്കൻഡ്. 8, 7, 6, 5, 4, 3, 2, 1, 0. യെസ്, സമയം അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് ഉത്തരം സബ്മിറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ശരിയായ ഉത്തരം ആ സമയത്ത് വളരെ രസകരമായ സംഗതി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അബ്ദുൽ മുത്തലിബിന് നിരവധി മക്കളുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ സംസം കുഴിച്ചെടുക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന് ആകെ ഒരു മകന്, നിരവധി ഭാര്യമാരുണ്ടെങ്കിലും ഒരു മകന് മാത്രമേ അന്ന് ഉള്ളൂ. ബാക്കിയുള്ള മകന്റെ ചരിത്രമാണ് പിന്നീട് വിശാലമായിട്ട് നമുക്ക് പറയാനുള്ളത്. അന്ന് കൂടെ ഉണ്ടായിരുന്ന മകന്റെ പേരാണ് ഓപ്ഷൻ ഡി ഹാരിസ് എന്ന് പറയുന്ന മകനാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇതാണ് ശരിയായ ഉത്തരം. നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ ചോദ്യം. നേരത്തെ ചോദ്യത്തിന്റെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞു അബ്ദുൽ മുത്തലിബിന് ആ സമയത്ത് ഒരേ ഒരു മകന് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെ ഈ സംസം കുഴിച്ചെടുത്ത് തിരിച്ച് വീട്ടിലോട്ട് എത്തുമ്പോൾ അബ്ദുൽ മുത്തലിബിന് ചിന്ത പിടികൂടുകയാണ്. തമ്പുരാനെ, എനിക്ക് ഒരുപാട് മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ സംസം കിണർ കുഴിച്ചെടുക്കുന്ന സമയത്ത്, ആ സംസത്തിന്റെ ആ ജലം കുഴിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരു മകന്. ബാക്കിയുള്ളവരൊക്കെ എന്താണ് ചെയ്യുന്നത് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. പ്രഥമ എനിക്ക് ഒരുപാട് മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സഹായത്തിന് കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നില്ല എന്ന് അബ്ദുൽ മുത്തലിബ് നിരന്തരം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അബ്ദുൽ മുത്തലിബ് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. തമ്പുരാനെ, എനിക്ക് ഒരു 10 മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ, അവരെല്ലാവരും യൗവന പ്രായത്തിൽ എത്തുകയാണെങ്കിൽ അതിലൊരു മകനെ, ഏറ്റവും സുന്ദരനായ ഒരു മകനെ ഞാൻ ബലി അർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഈ പ്രതിജ്ഞ അതായത് തനിക്ക് ഒരുപാട് മക്കൾ ഉണ്ടാവാനും അങ്ങനെ മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഏറ്റവും എല്ലാവരും യൗവന പ്രായത്തിലെത്തുമ്പോൾ ഏറ്റവും സുന്ദരനായ ഒരു മകനെ ബലിയർപ്പിക്കാമെന്നും അബ്ദുൽ മുത്തലിബ് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അത്ഭുതമാണ് സംഭവിക്കുന്നത്. ഈ പ്രതിജ്ഞയുടെ ഭാഗമായിക്കൊണ്ട്, ഈ നേർച്ചയുടെ ഭാഗമായിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് തുടരെയുള്ള വ്യത്യസ്തമായ ഒരുപാട് ഭാര്യമാരിൽ നിരവധി മക്കൾ ജനിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് കൂടിയായ അബ്ദുള്ളയും ഉണ്ട്. അങ്ങനെ 10 മക്കൾ പൂർത്തിയാക്കി എല്ലാവരും യൗവന പ്രായത്തിലെത്തിയപ്പോൾ അബ്ദുൽ മുത്തലിബിന് പിന്നീട് ഒരു ആശങ്ക പിടികൂടുന്നുണ്ട്. കാരണം അങ്ങനെ എല്ലാ മക്കളും യൗവന പ്രായത്തിലെത്തി. ഈ സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്ക പിടികൂടുന്നുണ്ട്. കാരണം തന്റെ പ്രതിജ്ഞ പൂർത്തീകരിക്കേണ്ട സമയമായിരിക്കുന്നു. എല്ലാ മക്കളും തനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഏത് മക്കളെ ബലിയർപ്പിക്കണം, എന്തായാലും ആ പ്രതിജ്ഞ എടുത്ത കാരണത്തിൽ വാക്കൊരിക്കലും തെറ്റിക്കാൻ പാടില്ല. അങ്ങനെ അബ്ദുൽ മുത്തലിബ് തന്റെ എല്ലാ മക്കളെയും കൂട്ടിക്കൊണ്ട് കഅബാലയത്തിലോട്ട് പോയിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. മക്കളെ പിതാവിന് എതിരഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ മക്കയിലെ കഅബാലയത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അന്നൊരു നറുക്കെടുപ്പാണ്. ഇതിൽ ആർക്കാണോ നറുക്ക് വീഴുന്നത് ആ മകനെ കൊണ്ടുപോയിട്ട് കല്ലിൽ കൊണ്ടുപോയിട്ട് ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാൻ പോവുകയാണ്. അങ്ങനെ ഖുറൈശികളെല്ലാം ഈ അപൂർവമായ പ്രതിജ്ഞ കേട്ടിട്ട് അന്താളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നറുക്കെടുപ്പ് നടന്നതിന് ശേഷം അതിൽ നറുക്ക് വീഴുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവായ അബ്ദുള്ളക്കാണ്. ഇതോടുകൂടെ എന്താ പറയുക, ഖുറൈശികളെ മക്കൾ തന്നെ, ഇതുവരെ എതിരഭിപ്രായം പറയാത്ത മക്കൾ തന്നെ അബ്ദുൽ മുത്തലിബിനെതിരെ തിരികെയാണ്. പിതാവെ, താങ്കൾ ഈ ഒരു തീരുമാനം വീണ്ടും പുനഃപരിശോധിക്കണം. കാരണം മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഖുറൈശികളും അതേപോലെ തന്നെ മക്കയിലെ മറ്റു നിവാസികളൊക്കെ അബ്ദുൽ മുത്തലിബിന്റെ മേല് പ്രഷർ ചെലുത്താൻ തുടങ്ങി. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഗത്യന്തരമില്ലാതെ എല്ലാ അഭിപ്രായങ്ങളും അവസാനം ഈ പ്രതിജ്ഞയിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അഭിപ്രായം തേടുന്ന ഒരു യസ്രിബിലെ ഒരു വനിതയുണ്ട്. അങ്ങനെ ഇവരെ അന്വേഷിച്ചുകൊണ്ട് ഒരാളെ വിടുന്നുണ്ട്. ആ സമയത്താണ് ഈ സ്ത്രീ അവിടെ ഇല്ല, ഖൈബറിലാണ് എന്നറിയുന്നത്. അങ്ങനെ പിന്നീട് നേരിട്ട് തന്റെ എല്ലാ മക്കളെയും 10 മക്കളെയും കൂട്ടിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് ഈ സ്ത്രീയെ കാണാൻ പോകുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെ താമസിക്കാനും പിറ്റേ ദിവസം രാവിലെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അബ്ദുൽ മുത്തലിബിനോട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ മക്കളെയും കൂട്ടി പോകുമ്പോൾ ഈ സ്ത്രീ ഒരു പോം വഴി പറഞ്ഞു കൊടുക്കും. നിങ്ങൾ എന്തായാലും മക്കയിലോട്ട് പോവുക. മക്കയിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നറുക്കിട എങ്ങനെ ഇടണം? അതായത് ആദ്യം ഒരു 10 ഒട്ടകത്തെ വെക്കുക. 10 ഒട്ടകത്തെ വെച്ചതിന് ശേഷം ഒരു നറുക്കിടുക. ഇത്
എപ്പോഴാണോ ഒട്ടകത്തെ അറുക്കാനും പിന്നെ അതേപോലെ തന്നെ തന്റെ മകൻ അബ്ദുള്ളയെ അറുക്കാനും എന്നുള്ള രൂപത്തിലായിരിക്കണം നറുക്കിടേണ്ടത്. ഇതിൽ എപ്പോഴാണോ ഒട്ടകത്തെ അറുക്കാനും വേണ്ടിയിട്ട് എത്ര ഒട്ടകങ്ങളാണോ വരുന്നത് ആ സമയം വരെ നറുക്കിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ തിരിച്ച് ഈ ഒരു പോം വഴിയും കിട്ടിക്കൊണ്ട് തിരിച്ച് വീണ്ടും മക്കയിലോട്ട് വരികയാണ്. അങ്ങനെ നറുക്കിടൽ ആരംഭിക്കുകയാണ്. 10, 20, 30 ഒട്ടകങ്ങൾ വെച്ചിട്ട് എല്ലാം അറുക്കാൻ വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടി അബ്ദുള്ളയെ തന്നെ ബലിയർപ്പിക്കണമെന്നാണ് നറുക്കിൽ കിട്ടുന്ന വിവരം. അങ്ങനെ അവസാനം 100 ഒട്ടകങ്ങളാകുമ്പോഴാണ് ഒട്ടകത്തെ അറുക്കുക എന്നുള്ള രൂപത്തിൽ നറുക്ക് വീഴുന്നത്. അങ്ങനെ ഇതുകൊണ്ടൊന്നും അബ്ദുൽ മുത്തലിബ് ഭയങ്കര കണിശക്കാരനാണ് ഇങ്ങനത്തെ കാര്യങ്ങളില്. അബ്ദുൽ മുത്തലിബിന് ഈ നറുക്കിലും വിശ്വാസം ഇല്ലാതായിക്കൊണ്ട് അവസാനം 2, 3, 4 പ്രാവശ്യം നറുക്കിട്ടുകൊണ്ട് അത് 100-ൽ തന്നെ അപ്പോഴൊക്കെ ഒട്ടകത്ത് വീഴുന്ന സമയത്താണ് തന്റെ ഒരു മകന് പകരമായി അബ്ദുള്ളക്ക് പകരമായി കൊണ്ട് 100 ഒട്ടകങ്ങളെ അവിടെ ബലിയർപ്പിക്കുന്നത്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുൽ മുത്തലിബിന്റെ ഈ പ്രതിജ്ഞയ്ക്ക് ശേഷമാണ് ഒരുപാട് മക്കൾ ജനിക്കുന്നത്, നിരവധി ഭാര്യമാരിൽ. നമ്മുടെ ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായ അബ്ദുള്ള അബ്ദുൽ മുത്തലിബിന്റെ ഏത് ഭാര്യയിലാണ് ജനിച്ചത്? അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയായ അബ്ദുള്ളയുടെ മാതാവിന്റെ പേര് എന്താകുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് ആയ അബ്ദുള്ളയുടെ മാതാവിന്റെ പേര് എന്താകുന്നു? ഓപ്ഷൻ എ ആമിന, ഓപ്ഷൻ ബി ഫാത്തിമ, ഓപ്ഷൻ സി സൈനബ്, ഓപ്ഷൻ ഡി ആയിഷ. 45 സെക്കൻഡ് സമയം ഇവിടെ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ആമിന, രണ്ടാമത്തെ ഓപ്ഷൻ ബി ഫാത്തിമ, ഓപ്ഷൻ സി സൈനബ്, ഓപ്ഷൻ ഡി ആയിഷ. 45 സെക്കൻഡ് സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. 30 സെക്കൻഡുകൾ കഴിഞ്ഞിരിക്കുന്നു. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് 3 മാർക്കാണ്. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ 3 മാർക്കാണ് ശരിയായ ഉത്തരത്തിന് നമ്മൾ നൽകിയിരിക്കുന്നത്. ചോദ്യം, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ മാതാവിന്റെ പേര് എന്താകുന്നു എന്നാണ്. 9 സെക്കൻഡ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. യെസ്, 4 സെക്കൻഡ്, 3, 2, 1, 0. സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 4 ഓപ്ഷനുകളായിരുന്നു നമ്മൾ നൽകിയിരുന്നത്. ഓപ്ഷൻ എ ആമിന, ഓപ്ഷൻ ബി ഫാത്തിമ, ഓപ്ഷൻ സി സൈനബ്, ഓപ്ഷൻ ഡി ആയിഷ. ശരിയായ ഉത്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പുന്നാര മകളായ ഫാത്തിമ ബീവിയുടെ മാതാവിന്റെ പേര് തന്നെയാണ്. അബ്ദുള്ളയുടെ മാതാവിന്റെ പേരും ഓപ്ഷൻ ബി ഫാത്തിമ എന്നാണ് ശരിയായ ഉത്തരം. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളിലെല്ലാം ഈ വിഗ്രഹാരാധനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ പലരുടെയും മനസ്സിലുണ്ടാവുന്ന സംശയമാണ്, ഈ ഖുറൈശികളും വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ കേട്ടിട്ടുള്ളതാണ് പ്രവാചക പരമ്പരകൾ പരിശുദ്ധമാണെന്ന്. ഈ സമയത്ത് ഇത്രത്തോളം വിഗ്രഹാരാധന വ്യാപകമായ സമയത്ത് പ്രവാചകന്റെ ഏതെങ്കിലും പിതാക്കന്മാരോ അല്ലെങ്കിൽ മാതാവിന്റെ പരമ്പരയിൽപ്പെട്ടവരോ വിഗ്രഹാരാധകർ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധിക്ക് എതിരാവില്ലേ എന്നുള്ളത്. ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ വിഗ്രഹാരാധന വ്യാപകമായിട്ടുണ്ടെങ്കിലും അതിലൊരു ന്യൂനപക്ഷം, വളരെ കുറഞ്ഞ വിഭാഗം, ആ കൂട്ടത്തിൽപ്പെട്ടതാണ് അബ്ദുൽ മുത്തലിബൊക്കെ, ഒരിക്കലും വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയോ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ പൂജ നടത്തുകയോ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ബലിയർപ്പിക്കുകയോ ചെയ്യുന്ന പരിപാടികളൊന്നും നടത്താത്ത ഒരു ന്യൂനപക്ഷം ഉണ്ടായിരുന്നു. അത് വിഗ്രഹാരാധനയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാബാലയത്തിൽ മാത്രമല്ല ഓരോ വീട്ടിലും ഓരോ പ്രത്യേക വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു അറബി പുറത്തോട്ട് പോവുക, യാത്ര പോവുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ വന്നിച്ചു കൊണ്ടാണ് പോകുക. തിരിച്ചു വരുന്ന സമയത്ത് തന്റെ വീട്ടുകാരെ കാണുന്നതിന് മുമ്പായിട്ട് ആ വിഗ്രഹത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ടാണ് തിരിച്ച് വീട്ടിലോട്ട് കയറുക. ഇത്രത്തോളം വ്യാപകമായിരുന്നു. ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തമായ വിഗ്രഹങ്ങൾ. അതേപോലെ തന്നെ കാബാലയത്തിലോട്ട് തീർത്ഥാടനത്തിൽ വരുമ്പോൾ ഓരോരുത്തരും അവരുടെ നാട്ടിലെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് നിറച്ച ഒരു ഇടം കൂടിയായിരുന്നു കാബാലയം. പിന്നീട് നമുക്കറിയാലോ, മക്ക ഫത്തിന്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഗ്രഹങ്ങളെ എല്ലാം എടുത്ത് പുറത്തോട്ട് എറിയുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്കിടയിൽ ഉണ്ടാകുന്ന സംശയമാണ്, ഇത്രത്തോളം വ്യാപകമാകുന്ന സമയത്ത് പ്രവാചകന്റെ പരമ്പരയിൽ ആരെങ്കിലും ഈ ഒരു വിഗ്രഹാരാധനയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പരിശുദ്ധിയെ ബാധിക്കില്ലെന്ന്. എന്നാൽ സത്യത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു ന്യൂനപക്ഷം ഒരിക്കലും ഏകദൈവ വിശ്വാസത്തിൽ നമ്മുടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൽപ്പനകൾക്ക് മാത്രം അതീതമായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ചോദ്യം ഇത് ആ കൂട്ടത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി എത്തുന്ന സമയത്ത് ആദ്യമായിട്ട് ഇറാഖിൽ നിന്ന് പേടിച്ചിരുണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ അടുത്തിലോട്ട് വരികയും അങ്ങനെ ഖദീജ ബീവി എന്താണ് സംഭവിച്ചെന്ന് പറയുന്ന സമയത്ത്, ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ ഒരാൾ വന്നു എന്നുള്ളതും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് എൻ്റെ
ഭർത്താവിന് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി അതായത് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് പോയിക്കൊണ്ടും, അപ്പൊ ഈ വറഖത്ത് ബിൻ നൗഫലൊക്കെ അന്നത്തെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഇവർ. നമ്മുടെ ചോദ്യം ഇതാണ്, 4ാമത്തെ ചോദ്യമാണ് നമ്മുടെ ചോദ്യം. ഈ കാലഘട്ടത്തിൽ വിഗ്രഹാരാധനയിലോട്ട് ഒന്നും പോവാതെ വെറും ഏകദൈവ വിശ്വാസത്തിൽ മാത്രമായി ജീവിച്ചിരുന്ന ഈ കൂട്ടർ ഇവരെ സ്വയം വിശേഷിപ്പിച്ച ഒരു പേരുണ്ട്. അതായത് അന്ന് വിഗ്രഹാരാധന നടത്താത്ത, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൽപ്പനകൾ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു വിഭാഗം ഇവരെ സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഒരു പേരുണ്ട്. അതായത് അന്നത്തെ ഏകദൈവ വിശ്വാസികൾ ഇവരെ സ്വയം വിശേഷിപ്പിച്ച പേര് എന്താകുന്നു? ഓപ്ഷൻ എ മസാക്കീൻ, ഓപ്ഷൻ ബി തൊയ്യിബീൻ, ഓപ്ഷൻ സി ഹുനഫാ, ഓപ്ഷൻ ഡി ഫുഖറാ. ഈ ചോദ്യത്തിന് നമ്മൾ നൽകുന്ന മാർക്ക് 2 മാർക്കാണ്. ഇതിന്റെ ശരിയായ ഉത്തരത്തിന് നമ്മൾ നൽകുന്നത്. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുകയാണ്. ഓപ്ഷൻ എ മസാക്കീൻ, ഓപ്ഷൻ ബി തൊയ്യിബീൻ, ഓപ്ഷൻ സി ഹുനഫാ, ഓപ്ഷൻ ഡി ഫുഖറാ. 30 സെക്കൻഡ് സമയത്തിലോട്ട് അടുക്കുകയാണ്. ഇവർ സ്വയം വിശേഷിപ്പിച്ചത്, അതായത് അന്ന് ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് തൊട്ടു മുമ്പ് അന്നത്തെ ഏകദൈവ വിശ്വാസികൾ അവരെ സ്വയം വിശേഷിപ്പിച്ചിരുന്ന പേര് എന്താകുന്നു? ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരത്തിന് നമ്മൾ നൽകുന്ന മാർക്ക് 2 മാർക്കാണ്. ഓപ്ഷൻ എ മസാക്കീൻ, ഓപ്ഷൻ ബി തൊയ്യിബീൻ, ഓപ്ഷൻ സി ഹുനഫാ, ഓപ്ഷൻ ഡി ഫുഖറാ. ഇനി 6 സെക്കൻഡ്. 5 4 3 2 1 0. ഓക്കെ, സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഹുനഫാ. 4ാമത്തെ ചോദ്യത്തിന് നമ്മൾ ശരിയായ ഉത്തരം നൽകി കഴിഞ്ഞു. ഇനി ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിന്. ഒട്ടകങ്ങളുടെ ബലി സ്വീകരിക്കപ്പെട്ടതിന് ശേഷം അബ്ദുൽ മുത്തലിബ് തന്റെ മകൻ ഒരു ഇണയെ തേടി ഇറങ്ങുന്നുണ്ട്. സൂറ ഗോത്രത്തിലെ വഹബിന്റെ മകൾ ആമിനയെ ആണ് അബ്ദുള്ളക്ക് വേണ്ടി ഉറപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ അന്നത്തെ ഗോത്രപ്രഭുമാരെല്ലാം ചർച്ചയിലൂടെ അബ്ദുള്ളക്ക് ആമിനയെ ഇണയായിട്ട് നൽകാൻ പോവുകയാണ്. നമ്മൾ ഇന്നത്തെ ചോദ്യം, ആമിന ബീവിയുടെ പിതാവ് മരണപ്പെടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുള്ളയുമായിട്ട് വിവാഹം നടക്കുന്ന സമയത്ത് ആമിന ബീവിയുടെ പിതാവായ വഹബ് ജീവിച്ചിരിപ്പില്ല. ആമിന ബീവി അന്ന് പിതൃ സഹോദരനായ വുഹൈബിന്റെ സംരക്ഷണത്തിലാണ്. നമ്മുടെ ഇന്നത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം, അബ്ദുള്ളക്ക് വേണ്ടി ആമിന ബീവിയെ വിവാഹം ആലോചിച്ച അതേസമയം അബ്ദുൽ മുത്തലിബ് വുഹൈബിന്റെ ഒരു മകളെ കൂടി വിവാഹാലോചന സ്വന്തത്തിന് വേണ്ടി, അതായത് അബ്ദുൽ മുത്തലിബിന് വേണ്ടി വിവാഹാലോചന നടത്തുന്നുണ്ട്. ഏതാണ് ആ മകൾ എന്നാണ്? വുഹൈബിന്റെ ഏത് മകളെയാണ് അബ്ദുൽ മുത്തലിബ് വിവാഹാലോചന നടത്തുന്നത്? നമ്മുടെ ചോദ്യം ഇതാണ്. ആമിന ബീവിയും അബ്ദുള്ളയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നതിന്റെ ഒപ്പം തന്റെയും മറ്റൊരു സ്ത്രീയുടെയും, അതായത് വുഹൈബിന്റെ മകളെയും കൂടെ അബ്ദുൽ മുത്തലിബ് കല്യാണം കഴിക്കുന്നുണ്ട്. ഏതാണ് ആ മകൾ? ഓപ്ഷൻ എ സെരീറ, ഓപ്ഷൻ ബി ഖദീജ, ഓപ്ഷൻ സി കുൽസൂം, ഓപ്ഷൻ ഡി ഹാല. ഇതിൽ വുഹൈബിന്റെ ഏത് മകളെയാണ്? 45 സെക്കൻഡ് സമയം ഇവിടെ ആരംഭിക്കുകയാണ്. ഓപ്ഷൻ എ സെരീറ, ഓപ്ഷൻ ബി ഖദീജ, ഓപ്ഷൻ സി കുൽസൂം, ഓപ്ഷൻ ഡി ഹാല. ചോദ്യം ഇതാണ്. അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയുമായി അബ്ദുള്ളക്ക് വേണ്ടിയിട്ട് വിവാഹം നിശ്ചയിക്കുന്നു. ഒപ്പം തന്നെ തനിക്ക് വേണ്ടിയിട്ട് വുഹൈബിന്റെ ഏത് മകളെയാണ് വിവാഹാലോചന നടത്തുന്നത് എന്നുള്ളതാണ്. 4 ഓപ്ഷനുകൾ. ഈ ചോദ്യത്തിന് നമ്മൾ ശരിയായ ഉത്തരത്തിന് നൽകുന്ന മാർക്ക് 5 മാർക്കാണ്. ഓപ്ഷൻ എ സെരീറ, ഓപ്ഷൻ ബി ഖദീജ, ഓപ്ഷൻ സി കുൽസൂം, ഓപ്ഷൻ ഡി ഹാല. ഇതിൽ ആരെയാണ് അബ്ദുൽ മുത്തലിബ് വിവാഹം കഴിക്കുന്നത്? വുഹൈബിന്റെ മകളെ. സമയം അവസാനിക്കുകയാണ്. 2 സെക്കൻഡ്. 1 0. ഓക്കെ, ഇതിൽ ശരിയായ ഉത്തരം ഹാല. വുഹൈബിന്റെ മകൾ ഹാലയെയാണ് അബ്ദുൽ മുത്തലിബ് വിവാഹം കഴിക്കുന്നത്. ഇതോടുകൂടെ ഇന്നത്തെ ചോദ്യം ഇവിടെ അവസാനിക്കുകയാണ്. 5 ചോദ്യങ്ങൾ നമ്മൾ പിന്നിട്ടു. ഈ കൂട്ടത്തിൽ തന്നെ ഈ 5ാമത്തെ ചോദ്യത്തിന്റെ തുടർച്ചയെന്നോണം, ഈ സംഭവത്തിന്റെ തുടർച്ചയെന്നോണം അബ്ദുൽ മുത്തലിബിന്റെയും അബ്ദുള്ളയുടെയും വിവാഹം ഒരേ ദിവസം നടക്കുകയാണ്. അതായത് ഈ സമയത്ത് ഇവരുടെ യാത്രയിൽ വളരെ കൗതുകരമായിട്ടുള്ള രസകരമായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ദിവസം നമ്മുടെ ചോദ്യങ്ങളായിട്ടും അതിലൂടെ ചർച്ച ചെയ്യാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഇരുൾക്കാട് വെട്ടിത്തെളിച്ച് വെൺപ്രഭാപൂരപൂരണ പെരുമയാലൻ ഹബീബ് നന്മപ്പെരുക്കത്തിൽ കൊത്തിപ്പണിതെടുത്തുത്തമത്താരകോത്തുംഗ ചിത്രം നാഥന്റെ വേദപ്പൊരുൾ പാരിലോതിക്കൊടുത്തതിലാബാലവൃദ്ധർ കൂടി നീറും സമസ്യകൾ പോയി പറുദീസ തൻ അബ്വാബ് നബിനാസിനായി തുറന്നു. അലിഫ് ലാം മീം അലിഫ് ലാം മീം അലിഫ് ലാം മീം.